ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫയാണ് കേട്ടോ. വീട്ടിൽ തന്നെയുള്ള അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം കുനാഫ നമുക്കുണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായത് 250 ഗ്രാം സേമിയ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കോൺഫ്ലവർ പൗഡർ 3 ടീസ്പൂൺ, ഷുഗർ 3 ടീസ്പൂൺ, മിൽക്ക് പൗഡർ 3 ടീസ്പൂൺ. ഇതെല്ലാം എടുത്ത് നമുക്കൊരു പാനിനകത്തോട്ട് ഇട്ട് 1 കപ്പ് മിൽക്കും ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല കട്ട കെട്ടാതെ നല്ല ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല ഇതുണ്ട് ഈ ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. നല്ല കട്ടിയായിട്ടുള്ള ക്രീമി പരുവത്തിലാക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു നാരങ്ങ എടുത്ത് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു പാനിനകത്തോട്ട് 1 കപ്പ് മിൽക്ക് ഒഴിച്ച് അത് ഇളം ചൂടാവുമ്പോൾ നമുക്കതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടും. നമുക്ക് പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് നമുക്ക് ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കതിനെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അരിപ്പയ്ക്കകത്തോട്ട് ഒഴിച്ച് ആ വെള്ളമെല്ലാം നന്നായി കളഞ്ഞ് നമുക്ക് പച്ചവെള്ളം ഒഴിക്കാം. ആ പുളിപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലിടാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സേമിയനെ ഒരു 3 ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കണ്ടോ, ഇങ്ങനെ നല്ല ഇതായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ നമുക്കതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ക്രീമിനെ 2 ക്രീമിനെ നമുക്ക് മിക്സിക്കകത്തോട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. നല്ല ക്രീമിയായിട്ട് ഇതുപോലെ കിട്ടണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് നമുക്ക് ആ സേമിയനെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ക്രീം ഒന്ന് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള സേമിയയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇതിൽ നമുക്ക് റെഡിയാക്കാം. അതിനുശേഷം നമുക്ക് 2 സൈഡും അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി റെഡിയാക്കാം. 3 ടീസ്പൂൺ ഷുഗറും 1 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം. നന്നായിട്ട് തിളച്ച്, അത് ഒത്തിരി തിളച്ച് പറ്റണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കുന്ന ഒരു പരുവമായി കഴിയുമ്പോൾ നമ്മുടെ പഞ്ചസാര പാനി റെഡിയായി. ഇനി നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച കുനാഫേനെ ഒരു പാത്രത്തിലോട്ട് വെച്ച് നട്ട്സൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. നല്ല ഭംഗിയായിട്ടുള്ള കുനാഫ കണ്ടോ ഇവിടെ റെഡിയായി. നമുക്കതിന് മുകളിലായിട്ട് പഞ്ചസാരപ്പാനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പഞ്ചസാരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആവും. ഈ കുനാഫി ഉണ്ടാക്കുമ്പോൾ സേമിയ നന്നായിട്ട് വേവിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കടിക്കും. എന്നിട്ട് നമുക്ക് നമ്മൾ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ച് കുനാഫേനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് നോക്കണമല്ലോ. കണ്ടോ, നമ്മുടെ കുനാഫ നല്ല അടിപൊളിയായിട്ടുള്ള കുനാഫ റെഡിയായി കഴിഞ്ഞു. കണ്ടോ, അടിപൊളി ടേസ്റ്റ്, കാണാനും നല്ല രസമാണ്, അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉഗ്രമാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ തന്നെ കുനാഫ നിങ്ങളും വീട്ടിലുണ്ടാക്കാൻ ട്രൈ ചെയ്യണം കേട്ടോ. മനോഹരമായ ടേസ്റ്റി കുനാഫ. ഇതാണ് മോനെ കുനാഫ. താങ്ക്സ് ഫോർ വാച്ചിങ്.